ഇടുക്കി തൊടുപുഴയിലെ ബിജു കൊലപാതക കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. നിർണായക വിവരങ്ങൾ അറിയുന്ന ജോമോന്റെ ബന്ധുവും ബിസിനസ് സഹായിയുമായ എബിനാണ് അറസ്റ്റിലായത്. ബിജുവിനെ കൊലപ്പെടുത്തിയ വിവരം എബിനോടാണ് ജോമോൻ ആദ്യം വിളിച്ചു പറഞ്ഞത്. ചോദ്യം ചെയ്യലിനായി ജോമോന്റെ ഭാര്യയ്ക്ക് നോട്ടീസ് അയച്ചെങ്കിലും ഇവർ ഒളിവിലാണ് എന്നാണ് പോലീസിന്റെ വിശദീകരണം. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, എപ്പോഴായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇടുക്കി തൊടുപുഴയിലെ ബിജു കൊലപാതക കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. നിർണായക വിവരങ്ങൾ അറിയുന്ന ജോമോന്റെ ബന്ധുവും ബിസിനസ് സഹായിയുമായ എബിനാണ് അറസ്റ്റിലായത്. ബിജുവിനെ കൊലപ്പെടുത്തിയ വിവരം എബിനോടാണ് ജോമോൻ ആദ്യം വിളിച്ചു പറഞ്ഞത്. ചോദ്യം ചെയ്യലിനായി ജോമോന്റെ ഭാര്യയ്ക്ക് നോട്ടീസ് അയച്ചെങ്കിലും ഇവർ ഒളിവിലാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, കേൾക്കാമെങ്കിൽ തുടരാം. ായിട്ടുള്ളയാൾ ജോമോന്റെ അടുത്ത ബന്ധു ബിസിനസ് സഹായിയുമായ എബിൻ എന്ന് പറയുന്നയാളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇയാൾക്ക് അറിയാമെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടാവുന്നത്. പെട്ടെന്നെത്തിയുള്ള അല്ലെങ്കിൽ വളരെ വേഗത്തിലുള്ള ഒരു അറസ്റ്റ് ആയിരുന്നു. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കേസിലെ ഒന്നാം പ്രതിയായ ജോമോന്റെ ഫോണിൽ നിന്നും ഈ പ്രധാനപ്പെട്ട ശബ്ദരേഖകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിശദമായ അന്വേഷണം പോലീസ് നടത്തിയിരുന്നത്. ഇയാൾ സംസാരിച്ച ആളുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം പോലീസ് നടത്തുകയും അതിൽ ഏറ്റവും കൂടുതൽ സഹായം, അതായത് ഈ ജോമോൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത ആളെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഈ ശബ്ദ സന്ദേശത്തിൽ ഈ ദൃശ്യം 4 കൃത്യം നിർവഹിച്ചു എന്ന് കൃത്യമായി വിളിച്ച് ജോമോൻ പറഞ്ഞ വ്യക്തിയാണ് എബിൻ. അതുകൊണ്ട് തന്നെ ഈ കൃത്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നതുമായി ബന്ധപ്പെട്ട് എബിന് കൃത്യമായ വിവരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും ജോമോൻ നേരത്തെ എബിനുമായി പങ്കുവച്ചിരുന്നു. കൃത്യമായ ആസൂത്രണം നടത്തുമ്പോൾ ആ ആസൂത്രണ വിവരങ്ങളെല്ലാം തന്നെ ജോമോൻ ഈ എബിനോട് നൽകിയിരുന്നു, അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ജോമോൻ നൽകിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് നൽകുന്ന വിവരം. നിലവിൽ ഈ എബിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ശരി സുബിൻ.